الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا أفلتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. ഇന്ന് മക്കയിൽ ഹജ്ജ് കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹാജിമാർക്കും ഹാജമാർക്കും ദുൽഹജ്ജ് 12 അവരിപ്പോൾ മിനയിലാണ് ഉള്ളത്. നാളെ ദുൽഹജ്ജ് 13 മിന അവസാനിക്കും. അതോടെ ഹജ്ജ് കർമ്മവും അവസാനിക്കും. കഴിഞ്ഞ ഖുതുബയിൽ ദുൽഹജ്ജ് 8 മിനയെ കുറിച്ചും ദുൽഹജ്ജ് 9 അറഫ നൃത്തവുമായി ബന്ധപ്പെട്ടു അതിലെ കർമ്മങ്ങളും അതിൻ്റെ മർമ്മങ്ങളും വിശദീകരിക്കുകയുണ്ടായി. അന്നേ ദിവസം അറഫ നൃത്തം കഴിഞ്ഞ് ദുൽഹജ്ജ് 9 ഉച്ച തിരിഞ്ഞാണ് അറഫ നൃത്തം ആരംഭിക്കുക. ദുഹറിന് ശേഷം സന്ധ്യയോടെ ആ നൃത്തം അവസാനിക്കും. പിന്നീട് ഹാജമാർ അതിൻ്റെ നേരെ ചൊവ്വയുള്ള ക്രമത്തിൽ അവർക്ക് ഹജ്ജ് ചെയ്യാൻ തടസ്സമില്ലെങ്കിൽ, അഥവാ ശാരീരികമായ പ്രയാസങ്ങളോ യാത്രാ പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ, അന്നേ ദിനത്തെ മഗ്രിബും ഇശയും മുസ്ദലിഫയിൽ വെച്ചാണ് നിർവഹിക്കുക. ദുൽഹജ്ജ് 9 സന്ധ്യയോടുകൂടി ഹാജിമാരും ഹാജമാരും അറഫ വിടും. മുസ്ദലിഫയിൽ അവർ തങ്ങും. മുസ്ദലിഫയാണ് ഹാജമാരുടെ രാപ്പാർപ്പിന്റെ കേന്ദ്രം. വിശുദ്ധ ഖുർആൻ അറഫയിൽ നിന്ന് മിനയിലേക്കുള്ള മുസ്ദലിഫയിലേക്കുള്ള ആ യാത്രയെക്കുറിച്ച് സൂറ അൽ ബഖറ 198 വചനത്തിൽ പറയുന്നുണ്ട്. മുഖദ്ദിമിൽ ഓതി വെച്ച സൂക്തം അതാണ്. ഫൈദാ അഫൽതും മിൻ അറഫ, നിങ്ങൾ അറഫയിൽ നിന്ന് ഒഴുകിയാൽ, അവിടുന്ന് പുറപ്പെട്ടാൽ, ഫദ്കുറുല്ലാഹ ഇൻദൽ മഷ്അറിൽ ഹറാം, നിങ്ങൾ മഷ്അറുൽ ഹറാമിന് അടുക്കൽ വെച്ച് അള്ളാഹുവിനെ സ്മരിക്കണം. മുസ്ദലിഫ എന്ന പദം ഖുർആൻ പ്രയോഗിച്ചിട്ടില്ല. മറിച്ച് മുസ്ദലിഫ എന്ന പദത്തിന് പകരം ഖുർആന്റെ പ്രയോഗം മഷ്അറുൽ ഹറാം എന്നാണ്. അതുകൊണ്ട് അറഫയിൽ നിങ്ങൾ ഹജ്ജിന്റെ ഭാഗമായിട്ട് പിന്നീട് പുറപ്പെട്ടാൽ നിങ്ങൾ അന്ന് രാത്രി മുസ്ദലിഫയിൽ മഷ്അറുൽ ഹറാമിൽ തങ്ങണം. അള്ളാഹുവിന്റെ നാമം സ്മരിക്കണം. വദ്കുറൂഹു കമാ ഹദാക്കും, നിങ്ങളെ മാർഗദർശനം ചെയ്ത, ഈ വഴിയിലേക്ക് നിങ്ങളെ നയിച്ച, നിങ്ങളെ ഗൈഡ് ചെയ്ത ആ തമ്പുരാന്റെ നാമം നിങ്ങൾ ധാരാളമായിട്ട് സ്മരിക്കുക. വൈൻ കുന്തും മിൻ ഖബ്ലിഹി ലമിനൽ ളാലിൻ, ഇതിനു മുമ്പ് നിങ്ങൾ വഴികേടിലായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ഇസ്ലാം കൊണ്ട് അനുഗ്രഹീതരാണ്. ഇസ്ലാമിലെ ഏറ്റവും മഹത്തരമായ കർമ്മം കൊണ്ട്, ഹജ്ജ് കൊണ്ട് അനുഗ്രഹീതരാണ്.
അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പാപമോചനം നേടിയിട്ട് അറഫയിൽ നിങ്ങൾ മടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മുസ്ദലിഫയിൽ വെച്ച് മഷ്അറുൽ ഹറാമിൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായിട്ട് ഓർക്കണമെന്നാണ്. മഷ്അർ എന്ന പദത്തിന്റെ അർത്ഥം അടയാളം, ആരാധന നിർവഹിക്കുന്ന ഇടമെന്നാണ്. അൽ ഹറം എന്ന് പറഞ്ഞാൽ പരിപാവനമായത്, പവിത്രമായത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ വിശ്വാസികൾ ഒത്തുകൂടുന്ന ഒരിടമാണ് ഈ പറയുന്ന മഷ്അറുൽ ഹറാം. അന്ന് യഥാർത്ഥ രോഗികളല്ലാത്ത, മറ്റു പ്രയാസമില്ലാത്ത എല്ലാ ഹാജിമാരും ഹാജമാരും അവിടെ ഒത്തുകൂടുന്നുണ്ട്. അവിടെ ടെന്റുകളില്ല. മക്കയിൽ ഇവരെ ഹജ്ജിന് ചെന്നപ്പോൾ നല്ല ബിൽഡിങ്ങിലാണ് താമസം, നല്ല AC സംവിധാനമൊക്കെയുള്ള താമസ ഇടം. പിന്നെ ദുൽഹജ്ജ് 8 മിനയിലെത്തിയപ്പോൾ അവിടെ സൺറൈസിന്റെ AC ടെന്റുകളാണ്, തീ പിടിക്കാത്ത. ഇപ്പോൾ അങ്ങനെയാണ്. നല്ല സൗകര്യങ്ങളുണ്ട്, വിരിപ്പും തലയണയും ഒക്കെ ലഭ്യമാണ്. ഭക്ഷണം ഇപ്പോൾ കിട്ടും. മുമ്പൊക്കെ ഭക്ഷണം കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നു. സൗകര്യങ്ങൾ കൂടി വരികയാണ്. അത് കഴിഞ്ഞ് അറഫയിലെത്തിയപ്പോൾ അവിടെ തുണിയുടെ ടെന്റുകളാണ്, താൽക്കാലികമായ ടെന്റുകൾ. ഇപ്പോൾ മുസ്ദലിഫയിൽ ഒരു ടെന്റുമില്ല. ആ മണലിൽ കിടക്കണം. മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും പുരുഷ ഹാജിക്ക് തന്റെ മേൽ വസ്ത്രം കൊണ്ട് തല മൂടാൻ പാടില്ല. ഇഹ്റാമിന്റെ വേഷത്തിൽ അങ്ങനെയാണ്, തല മറക്കാൻ പാടില്ല. അപ്പൊ ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും ആ മണ്ണിൽ കിടക്കുകയാണ്. മിൻഹ ഖലഖനാകും വഫിഹാ നുഈദുകും വമിൻഹ നുഖ്രിജുകും താറത്തൻ ഉഖ്റ എന്ന് മയ്യത്ത് ഖബറിൽ വെക്കുമ്പോൾ നമ്മൾ ചൊല്ലാറുണ്ട്. കൃത്യമായി നിങ്ങൾ ബോധവൽക്കരിക്കുക. ഈ മണ്ണിൽ നിന്നാണ് എന്റെ തുടക്കം, ഇവിടെ നിന്നാണ് സൃഷ്ടിച്ചത്. എല്ലാ സൗകര്യത്തോടും കൂടി നാട്ടിൽ, പിന്നീട് മക്കയിൽ, ശേഷം മിനയിൽ, ഇപ്പോ അത്ര സൗകര്യമില്ലാത്ത അറഫയിൽ, ഇപ്പൊ അത്തരത്തിൽ ഒരു മറയുമില്ലാത്ത, ഷെൽട്ടറുമില്ലാത്ത മുസ്ദലിഫയിൽ മണ്ണിൽ നിന്നാണ് ഇതിന്റെ തുടക്കം, മണ്ണിലേക്കാണ് മടക്കം എന്ന യാഥാർത്ഥ്യത്തെ കൃത്യമായി പഠിപ്പിക്കുന്നു മുസ്ദലിഫക്ക് അങ്ങനെ ഒരു പ്രാധാന്യം. അതുകൊണ്ട് ഹാജിയേറ്റ് നിർഭയനായിരിക്കും അവിടെ, ഒരു ഭയപ്പാടുമില്ലാതെ സ്വസ്ഥമായിട്ട് അവിടെ വിശ്രമിക്കും. കേവല വിശ്രമമല്ല, കൃത്യമായ പാഠങ്ങൾ നൽകുന്ന ഒന്നാണ് ഈ പറയുന്ന മഷ്അറുൽ ഹറാം. മഷ്അറുൽ ഹറാം എന്ന പദത്തിന്റെ നേർക്കുനല്ല അർത്ഥം നേരത്തെ പറഞ്ഞ പോലെ അടുത്തുകൂടൽ, എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഇടമാണ്. ഹറമിനോട് കുറച്ചുകൂടി അടുത്തേക്കുള്ള പ്രദേശമാണ്. അറഫ ഹറമിന്റെ പരിധിക്കപ്പുറത്താണ്. ഹറമിന്റെ പരിധിക്കകത്തെ ആദ്യത്തെ ഇടമാണ് മുസ്ദലിഫ. ആ അർത്ഥത്തിൽ മഷ്അർ അടുത്ത സ്ഥലം, അടുത്തു കൂടിയ സ്ഥലം എന്ന അർത്ഥമുണ്ട്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതനുസരിച്ച് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വയും അറഫയിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടി അവർ ഒത്തുകൂടി രാത്രി താമസത് ഈ പറഞ്ഞ മുസ്ദലിഫയിലാണ്. അങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ഈ പദത്തിനുണ്ട്. അതെല്ലാം അതിന്റെ ഭാഷാപരമായ അർത്ഥവും ചരിത്രപരമായ വിശകലനമാണ് എങ്കിൽ, മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ മുസ്ദലിഫക്ക് ആലങ്കാരികമായി നൽകിയ ചില അർത്ഥങ്ങളുണ്ട്. അവബോധം, കാഴ്ചപ്പാട്, വിവേകം, തീരുമാനം എന്നൊക്കെയാണ്. അന്നേ ദിനം രാത്രി അവിടെ കിടക്കുന്ന ഹാജി ഉറച്ച തീരുമാനം എടുക്കും. അദ്ദേഹം ഒരുപാട് പാഠങ്ങൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്നു. മക്കയിൽ വന്ന് കഅബയും പരിസരവും നന്നായിട്ട് പഠിച്ചു, അതിന്റെ പാഠങ്ങളൊക്കെ അറിഞ്ഞു. മിനയിലെത്തി യൗമു തർവിയയുടെ അന്ന് തന്റെ ആദർശ ബന്ധുക്കളുമുള്ള ഒത്തുജീവിതത്തെ പഠിച്ചു. അറഫയിലെത്തി ഒരുപാട് പാഠങ്ങൾ, അള്ളാഹുവിനോട് മുറുക്കലിനെ തേടി. ഹജ്ജത്തുൽ വദാഇലെ ഉപദേശമെല്ലാം കേട്ടു. ഞാൻ ആരായിരിക്കണം, എന്തിനു വേണ്ടിയായിരിക്കണം, എന്റെ നിയോഗം എന്താണ്, എന്റെ ദൗത്യം എന്താണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ, ഈ പാഠങ്ങളെല്ലാം പഠിച്ച ഒരു ഹാജിയാണ് മുസ്ദലിഫയിൽ വരുന്നത് എങ്കിൽ അവിടെ വെച്ച് അവരൊരു തീരുമാനം ഉണ്ടാകും, വല്ലാത്തൊരു കാഴ്ചപ്പാടുണ്ടാകും, നല്ല അവബോധം ഉണ്ടാകും. വിവേകത്തോടു കൂടി ജീവിക്കാനും പ്രവർത്തിക്കാനും വേണ്ടത് അവൻ അവിടെ വെച്ച് തീരുമാനമാക്കി മാറ്റിയെടുക്കും. തീരുമാനത്തിന്റെ ഇടമാണ് മഷ്അറുൽ ഹറാം. പഠിച്ചവനെ, ഇനി ഞാൻ നിനക്ക് വേണ്ടി മാത്രമാണ്, എനിക്ക് മനസ്സിലായി കേട്ടോ, ഞാൻ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിരിക്കുന്നു, എനിക്കിപ്പോ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു ഇസ്ലാം എന്താണെന്ന്, നിന്റെ തീരുമാനാനുസാരം ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന്, ഞാൻ എന്തിനു വേണ്ടി നിലകൊള്ളണമെന്ന്, എന്റെ സമ്പത്തും ശരീരവും, എന്റെ സ്കിൽസ്, നൈപുണികൾ, കഴിവുകൾ എന്തിനു വേണ്ടി ചെലവഴിക്കണമെന്ന് എനിക്ക് നല്ല തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇനി പ്രവർത്തിക്കുക എന്ന് വളരെ കൃത്യമായ ഒരു അവബോധത്തോടു കൂടി വളരെ സ്വസ്ഥമായി നിർഭയമായി അന്ന് ഹാജി മുസ്ദലിഫയുടെ മണ്ണിൽ ഉറങ്ങും. നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. ക്ഷീണം കൊണ്ട് ഉറങ്ങി പോവുകയും ചെയ്യും, ഇത്തിരി നേരമാണെങ്കിലും. പിറ്റേ ദിവസം ദുൽഹജ്ജ് 10 അന്ന് മഷ്അറുൽ ഹറാമിൽ മുസ്ദലിഫ വെച്ച് സുബഹ് നമസ്കരിക്കുന്നു ഹാജിമാർ.
എന്നിട്ട് നേരെ മിനയിലേക്ക് പ്രവേശിക്കുന്നു. പെരുന്നാൾ ദിനമാണ് അന്നേ ദിവസം. ലബ്ബൈക്ക് ചൊല്ലി വന്നുകൊണ്ടിരിക്കുന്ന ഈ ഹാജിമാർ മുസ്ദലിഫ കഴിഞ്ഞ് മിനയിലേക്ക് പ്രവേശിച്ച് നേരെ പോകും ജംറത്തുൽ അഖബയിലേക്കാണ്. ജംറത്തുൽ അഖബ, ജംറത്തുൽ ഊല, ജംറത്തുൽ കുബ്ര എന്നൊക്കെ ആ ജംറക്ക് പേരുണ്ട്. അന്ന് ഹാജിയുടെ ആദ്യത്തെ പ്രവർത്തനം ദുൽഹജ്ജ് 10 മിനയിൽ ഈ ജംറയിൽ 7 കല്ലെറിയലാണ്. അതൊരു പ്രതീകാത്മകമായ ചടങ്ങാണ്. തിരിച്ചറിവ് നേടിയ ഹാജിയാണെങ്കിൽ ഹാജിക്കറിയാം ഇതൊരു മതിലാണ്. ഇപ്പോൾ അവിടെ മതിലാണ്. നേരത്തെ അവിടെ ഒരു തൂണായിരുന്നു. തൂണിൽ എറിഞ്ഞു കൊള്ളിക്കാൻ വല്ലാതെ പ്രയാസപ്പെടുമായിരുന്നു. ഇപ്പോൾ എവിടെ നിന്ന് എറിഞ്ഞാലും കല്ല് മതിലിൽ കൊള്ളും. അതുകൊണ്ട് വലിയ പ്രയാസമൊന്നും പെടണ്ട. പക്ഷേ ഇത് കേവലം ഒരു ഏറായിട്ട് കാണുകയാണ്. ആവേശം മൂത്ത് ക്രിക്കറ്റിലെ ഏറുകാരന്റെ ഏറ് പോലെ എറിയുന്ന ആളുകളെ വീഡിയോയിൽ കാണാം. ചെരുപ്പ് വലിച്ചെറിയുന്നവരെയും കാണാം. ഇതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ എറിയുന്നത്. ഈ ഏറിനേക്കാൾ മർമ്മം അതിന്റെ പാടത്തിനാണ്. ഏറ് കൊള്ളേണ്ടത് ആ മതിലിലാണ്. പക്ഷെ തളർക്കേണ്ടത് നിന്റെ നെഞ്ചിലാണ്. നിനക്ക് തിരിച്ചറിവും തീരുമാനവും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ ഏറ് കേവലം ഒരു ഏറല്ല, അതൊരു പോരാട്ടമാണ്. നീ തിരിച്ചറിയുന്നു ഇനി അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ച് എനിക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ, കിതാബിന്റെയും സുന്നത്തിന്റെയും താല്പര്യം പരിഗണിച്ച് എനിക്ക് മണ്ണിൽ മുന്നോട്ട് പോകണമെങ്കിൽ, അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരു മുസ്ലിം, സമർപ്പിതനായ ഒരു മുസ്ലിം, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിം നബിയോട് അല്ലാഹ് പറഞ്ഞു നീ മുസ്ലിം ആവുക, നീ സമർപ്പിക്കുക. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു റബ്ബിൽ ആലമീൻ, ഞാൻ സർവലോക രക്ഷിതാവായ തമ്പുരാനിത പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു. ഇനി ഞാൻ അള്ളാഹുവിന് വേണ്ടിയാണ്, ഞാൻ അള്ളാഹുവിൻ്റെതാണ്, അവന്റെ ദീനിൻ്റെതാണ്. എനിക്ക് മറ്റു താല്പര്യങ്ങളില്ല. എന്റെ തീരുമാനം കൃത്യമാണ്, എന്റെ ലക്ഷ്യവും നിർണിതമാണ്. എനിക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കർമ്മമാർഗമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഹാജി ആ ജംറയിൽ എറിയുമ്പോൾ മനസ്സിലാക്കുന്നു എന്നെ അള്ളാഹുവിന്റെ സമർപ്പണത്തിൽ നിന്ന് പൂർണ്ണമായും തടയുന്ന ഒരേ ഒരു ശക്തിയേ ഉള്ളൂ, അത് പിശാചാണ്. അവനാണ് എന്റെ വർഗശത്രു. നമുക്കൊരു ശത്രുവേ ഉള്ളൂ, പ്രഖ്യാപിത ശത്രു ഒരാൾ മാത്രം. ബാക്കിയുള്ള ശത്രുക്കൾ പലരും യഥാർത്ഥ ശത്രുക്കളല്ല. ആ ശത്രു മിത്രമായിട്ട് മാറും. പ്രവാചകൻ തിരഞ്ഞെടുക്കും മക്കയിലെ വലിയൊരു ശത്രു ഉണ്ടായിരുന്നു, ഉമർ എന്ന് പറയുന്ന ശത്രു. ആ ഉമർ തിരിഞ്ഞ് വധിക്കാൻ വേണ്ടി വാളെടുത്ത് ഇറങ്ങി പുറപ്പെട്ട ആളാ, ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ രണ്ടാമത് ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ സഹായിക്കണമെന്ന് അപ്പോഴും പ്രാർത്ഥിക്കുന്നു പ്രവാചകൻ തിരുനബി. അപ്പൊ കണ്ട ഫാസിസ്റ്റ് ശത്രു പോലും മിത്രമായിട്ട് മാറും വിശ്വാസികൾ മണ്ണിൽ വിശ്വാസികളായി ജീവിക്കുന്നു എങ്കിൽ, വിശ്വാസികൾക്ക് തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ, അവർക്ക് നിലപാടുകൾ ഉണ്ടെങ്കിൽ, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിതരാണെങ്കിൽ, അവർക്ക് അള്ളാഹുവാണ് ഏറ്റവും വലുതെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ഇന്ന് കാണുന്ന പല ശത്രുക്കളും മിത്രങ്ങളായിട്ട് മാറും. അതൊരു യാഥാർത്ഥ്യമാണ്. അത് മണ്ണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. യൂറോപ്യൻ കൺട്രീസിൽ ഒന്നിൽ പള്ളികൾക്ക് മിനാരം വേണ്ട എന്ന് വിവാദ വിഷയവുമായി പുറത്തിറങ്ങിയ ഒരു നിയോ ശക്തികൾ, ഒരു പുതിയ ശക്തികൾ, നിയോ ഫാസിസ്റ്റുകൾ എന്നാണ് പറയാ. അങ്ങനെ അത് കോടതി മുഖേന തീരുമാനമാക്കിയെടുക്കാൻ പള്ളികളുടെ മിനാരങ്ങൾ പൊളിച്ചു കളയണം, മറ്റു കെട്ടിടങ്ങൾ വ്യത്യസ്തമായിട്ട് ഒരു ഷിയാർ അടയാളമായിട്ട് ഇത് കാണാൻ പാടില്ല, അത് ഞങ്ങൾക്ക് അപമാനമാണെന്ന് വിചാരിച്ചു ആ കൂട്ടർ. അങ്ങനെ സംഘടിച്ചു, ഒരുപാട് പേര് സംഘടിച്ചു. പണം മുടക്കിയിട്ട് കോടതിയിൽ കേസ് നടത്തി വിജയിക്കാൻ വേണ്ടി, കേസ് വാദിക്കാൻ വേണ്ടി ഈ മുഖ്യ ശത്രുവായി മുമ്പിൽ നിൽക്കുന്ന നായകനായ ഫാസിസ്റ്റ് ഖുർആൻ വായിച്ചു. വായന അങ്ങ് തുടങ്ങി, വായന അങ്ങ് തുടർന്നു. വായനക്കൂടെ അദ്ദേഹം മുസ്ലിമായി. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യമാണ് ഖുർആനിന്റെ ഇസ്ലാമിന്റെ കരുത്ത്. ഏത് വലിയ ശത്രു മിത്രമായിട്ട് മാറും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ തിരിച്ചറിവ് കൂടി മീന നൽകും. നിന്റെ മുഖ്യ ശത്രു പിശാച. ഈ കാണുന്നതൊക്കെ താൽക്കാലികമായ പ്രതിഭാസങ്ങളാണ്. നീയായി നിന്നാൽ ഇതിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളായിട്ട് മാറി അത്ഭുതങ്ങൾ സംഭവിക്കും എന്നൊക്കെ മിന മനുഷ്യനെ പഠിപ്പിക്കും. അതുകൊണ്ട് ജംറയിൽ കല്ലെറിയുന്ന ഹാജി മനസ്സിലാക്കും, ഇസ്ലാമിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് സമർപ്പിതനായി ജീവിക്കുന്നതിനെ തടയുന്നത് ഈ പറയുന്ന പിശാചാണ്. അതുകൊണ്ട് ആ പിശാചി നിലയുള്ള പോരാട്ടമാണ് ഈ പോരാട്ടം. അതാണ് ഇതിന്റെ മർമ്മം. ഈ ഏറ് അതാണ്. ഇന്നഹു ലക്കും അദു മുബീൻ, അവനാണ് നിങ്ങളുടെ വർഗശത്രു. ഖുർആൻ പഠിപ്പിക്കുക നമ്മുടെ വർഗശത്രു പിശാചാണെന്ന് കൃത്യമായി പഠിപ്പിച്ചിരിക്കുന്നു ഈ ദർശനം. അത് മുഴുവൻ മനുഷ്യരോടും അങ്ങനെ പറഞ്ഞത്. പക്ഷെ മനുഷ്യർക്ക് പലർക്കും അത് മനസ്സിലായില്ല. അതുകൊണ്ട് പിശാചിനെ ഉപാസിക്കുന്നവർ ഇന്നും നിങ്ങൾ ഇസ്രായേലിലെയും അമേരിക്കയിലെയും ചില നിയോ കൾട്ടുകളെ കുറിച്ച് പഠിച്ചാൽ അവർ പിശാചിനെ ഉപാസിക്കുന്നവരാണ്. അതിനവർക്ക് ആരാധനകളും രീതികളൊക്കെ ഉണ്ട്.
അപ്പോ ട്രംപിന്റെ അപ്പുറം ഇപ്പുറം നിന്ന് പാതിരിമാര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കാണാം, ഇറാനെ നശിപ്പിക്കാൻ കരുത്ത് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പിശാചിനോടാ. അങ്ങനെ പിശാചിനെ ഉപാസിക്കുന്ന ശത്രുക്കൾ ഉള്ള ഒരു സാമൂഹിക ക്രമം കൂടിയാണിത് എന്ന് മനസ്സിലാക്കണം. പല മതങ്ങളിലും പിശാചിന്റെ ഉപാസകരുണ്ടായി വന്നിരിക്കുന്നു. അങ്ങനെ കൂടി പഠിക്കേണ്ടതുണ്ട്. പുതിയ കാലത്ത് ക്രൈസ്തവ മതം അതിന്റെ ഇരയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം ഒരു യാഥാർത്ഥ്യം കൂടി സംഭവലോകത്തുണ്ട്. അപ്പൊ ഈ പിശാചിനെ കുറിച്ച് കൃത്യമായ മുഴുവൻ മനുഷ്യരെയും ബോധവൽക്കരിച്ച മതമാണ് ഇസ്ലാം. ഖുർആൻ പറയുന്ന വാക്യം സൂറ അൽ-ബഖറ 168, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, മുസ്ലിമീങ്ങളെ എന്നല്ല, മനുഷ്യരെ, മുഴുവൻ മനുഷ്യരോടുമാണ്. കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ മണ്ണിൽ നിന്ന് നേരെ ചൊവ്വെ അധ്വാനിച്ച് ഹലാലായതും നല്ലതും ഭക്ഷിക്കുക. എല്ലാ മനുഷ്യരോടും പറയാം, നേരെ ചൊവ്വെ അധ്വാനിച്ച് ജീവിക്കുന്ന. അത് പൊതുസമൂഹത്തോടുള്ള ഒരു മാനവികമായ ഉപദേശമാണ് ഇസ്ലാമിൽ. അത് പറഞ്ഞ അതേ ആയത്തിലാണ് വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്വാൻ, നിങ്ങൾ പിശാചിന്റെ കാലടിപ്പാടുകളെ പിന്തുടരരുത്. അമേരിക്കക്കാരനോട് പറയാം, യൂറോപ്പിനോട് പറയാം, ആഫ്രിക്കക്കാരനോട് പറയാം, ഏഷ്യക്കാരനോട് പറയാം, ലോകത്തെ എല്ലാ മനുഷ്യരോടും പറയാം, നിങ്ങൾ നേരെ ചൊവ്വെ അധ്വാനിച്ച് ഹലാൽ ത്വയ്യിബ്, മനുഷ്യപ്രകൃതത്തെ മാറ്റിമറിക്കാത്ത അതിനിണങ്ങിയ ത്വയ്യിബായ ഭക്ഷണം കഴിക്കുക, നേരെ ചൊവ്വെ സമ്പാദിച്ച് ജീവിക്കുക. ഇനി അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ഏത് വഴി സ്വീകരിച്ചാലും പിശാചിന്റെ കൂടെയാണ്. അതൊരു വല്ലാത്ത പാടാ. അതുകൊണ്ട് അനധികൃതമായ മാർഗേണ സമ്പാദിക്കാൻ പഠിപ്പിക്കുന്ന ഇസങ്ങൾ, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, സാമ്പത്തിക ശാസ്ത്രങ്ങളാ, പൈശാചികതയാണെന്ന് പഠിപ്പിക്കാൻ വളരെ കൃത്യമായിട്ട് ഇസ്ലാം മുമ്പിൽ വെക്കുന്ന ആയത്താണ്. പഠിച്ചു നോക്കണം. തീറ്റയുമായി ബന്ധപ്പെട്ടാ പറഞ്ഞത്, എന്നിട്ടാ പിശാചിനെ പഠിപ്പിച്ചത്. തീറ്റയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഖുർആൻ സൂക്തം പിശാചിനെ കുറിച്ച് പഠിപ്പിക്കുന്നെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം നേടുന്ന വഴി ഹലാലും ത്വയ്യിബുമല്ല എങ്കിൽ അങ്ങനത്തെ എല്ലാ സകല ഈസങ്ങളും ഹറാമാണ് എന്ന് പറയാൻ ആരെയും ഭയപ്പെടേണ്ട. ഖുർആൻ പഠിക്കുന്നവർ, പാർട്ടികളെ ഭയപ്പെടുന്നവർക്കും പാർട്ടി അടിമകൾക്കും ഇത്തിരി ഭയം ഉണ്ടാകും. പക്ഷെ തമ്പുരാന്റെ അടിമകൾ ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ടാണ് കുലൂ മിൻ ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലത് കഴിക്കുക എന്ന് മുഴുവൻ മനുഷ്യരോടും പറയാം. കുലൂ മിമ്മാ ഫിൽ അർള്, മണ്ണിൽ നിന്ന് അധ്വാനിച്ച് ജീവിക്കുക. ക്രൈസ്തവനോട്, ഹൈന്ദവനോട്, യഹൂദനോട്, ജിനനോട്, ബുദ്ധനോട്, സിഖനോട്, മുസൽമാനോട്, മതമില്ലാത്ത നിരീശ്വര നിർമ്മത യുക്തിവാദ ചിന്താഗതിക്കാരോടെല്ലാം നിങ്ങൾ നേരെ ചൊവ്വെ അധ്വാനിച്ച് ജീവിക്ക്, ഹലാല് കഴിക്ക്, ത്വയ്യിബ് കഴിക്ക്. നിങ്ങളെ അധ്വാനത്തിന്റെ ശാസ്ത്രം ഉണ്ടല്ലോ, അത് ഈ പറഞ്ഞ ത്വയ്യിബും ഹലാലും പ്രോത്സാഹിപ്പിക്കുന്നെങ്കിൽ മാത്രമേ മനുഷ്യന് അനുഗുണമാകൂ. അല്ലെങ്കിൽ മനുഷ്യവിരുദ്ധമാണ്, പ്രകൃതി വിരുദ്ധമാണ്, വേദവിരുദ്ധമാണ്, പ്രവാചക സങ്കല്പത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് അത്തരം ഇസങ്ങളും മനുഷ്യവിരുദ്ധമാണ്. അങ്ങനെ നിങ്ങൾ നല്ലത് കഴിക്കുന്നുണ്ട്. വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്വാൻ, നിങ്ങൾ പിശാചിന്റെ കാലടിപ്പാടുകളെ പിന്തുടരരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, വർഗശത്രുവാണ്, മനുഷ്യന്റെ വർഗശത്രുവാണ് പിശാച്. അതുകൊണ്ട് ഇസ്ലാമിന്റെ മാർഗത്തിൽ ലക്ഷണമൊത്ത മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, പിശാചിനോട് പൊരുതണം. പിശാചിനോട് പൊരുതാതെ മുസ്ലിം ആകാൻ കഴിയില്ല. അതുകൊണ്ട് ഹാജിയുടെ ദുൽഹജ്ജ് 10 മിനയിലെ ആദ്യത്തെ പോരാട്ടം പിശാചിനോടാണ്. അതാണ് ജംറത്തുൽ അഖബയിലെ കല്ല്. മിന എന്നതിന് മുന എന്നും അർത്ഥമുണ്ട് അറബി ഭാഷ. മിന ആഗ്രഹം, അറ്റം, ലക്ഷ്യം, പ്രയോഗം, പ്രയത്നം എന്നെല്ലാം അറബി ഭാഷ അർത്ഥങ്ങളാണ്. വല്ലാത്ത പദപ്രയോഗങ്ങളാണ്. അതൊന്നും വൃഥാ ഒരു സ്ഥലപ്പേരല്ല. അതിനൊക്കെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ആ സ്ഥലനാമങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. മിന എന്നത് ഒഴുകുക എന്ന അർത്ഥമുള്ള സ്ഥലം. ബലി നടക്ക മിനയില. സൗകര്യത്തിന് സ്ഥലം മാറിയിട്ടുണ്ട്, പക്ഷേ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി വിചാരിക്കാൻ കൊണ്ട് മിനയില. അതിൻ്റെ ഒരു അടയാളം അവിടെ നിലനിർത്തിയിട്ടുണ്ട് എപ്പോഴും. അപ്പൊ അങ്ങനെയൊക്കെ അർത്ഥമുള്ള ഒരു സ്ഥലം. ആ ഭൂമികയിലേക്ക് പ്രവേശിച്ച ഹാജി ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്നോടെ തിരിച്ചറിയുകയാണ്, എൻ്റെ പ്രയാണത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിലെ പ്രയാണത്തിൽ എന്നെ തടയുന്ന മുഖ്യ ശത്രു പിശാചുമായുള്ള പോരാട്ടം കൊണ്ട് എനിക്ക് മുന്നേറാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഇത് ആ തിരിച്ചറിവ് നേടിയിരിക്കുന്നു. പിശാചുമായി നിരന്തര പോരാട്ടത്തിലായിരിക്കും ഞാൻ. അക്ഷീണം, അനവരതം പൈശാചികതയോട് പൊരുതുന്ന ഒരു ഹാജി ആ മണ്ണിൽ പിറക്കുകയാണ്. അതാണ് ഹജ്ജിന്റെ മർമ്മം, അതാണ് ചൈതന്യം. ഇത് കഴിഞ്ഞ് ജംറത്തുൽ അഖബയിൽ കല്ലേറി കഴിഞ്ഞാൽ പിന്നെ ക്രമത്തിൽ പറഞ്ഞാൽ ഈ ഹാജി നേരെ ജംറത്തുൽ അഖബയിൽ അങ്ങ് പോവുക ചെയ്യാം മക്കയിൽ. ഹജ്ജിന്റെ ഭാഗമായ തവാഫുൽ ഇഫാദയും സഅയും നടത്തിയിട്ട് തിരിച്ചു വരിക ചെയ്യാം. ഇപ്പൊ മാറ്റങ്ങളുണ്ട്, മാറ്റങ്ങൾ അനുവദനീയമാണ്. യാത്രാ സൗകര്യം പരിഗണിച്ചും തിരക്ക് കുറക്കാനൊക്കെ ആയിട്ട് മിനയിൽ തന്നെ താമസിച്ച് മിന കഴിഞ്ഞിട്ട് പോയിട്ട് തവാഫുൽ ഇഫാദയും സഅയും നടത്തുന്ന രീതിയൊക്കെ ഉണ്ട്. സാധ്യമാണ്, അനുവദനീയമാണ്. പക്ഷെ അതിന്റെ നേർ രീതിയിൽ ജംറത്തുൽ അഖബയിൽ കല്ലെറിഞ്ഞ ഹാജി നേരെ അങ്ങ് നടക്കും. ആ നടപ്പാത വഴി
ഹറമിലെത്തി തവാഫുൽ ഇഫാദയും സഅയ് കഴിഞ്ഞ് തിരിച്ച് മിനയിലേക്ക് പോയി. ഇത് സാഹസികമായ പ്രവർത്തനം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ചെയ്യാനുള്ള കർമ്മം എന്താ? ബലിയാണ്. ദുൽഹജ്ജ് 10 ബലി ഏൽപ്പിക്കുകയാണ് ചെയ്യുക, മതി. പക്ഷെ ബലി എന്നത് നമ്മൾ ചെയ്തൊരു കർമ്മമാണ്. ഹാജിയുടെ അന്നത്തെ കർമ്മമാണ് പിന്നീട് ബലി. പഴയ കാലത്തെ ഹാജിമാർ കൂടി തന്നെയാണ് അറുക്കുക. ഇപ്പോഴാണ് സംവിധാനം ഉണ്ടായത്. എന്താണ് ബലിയുടെ പാഠം? ഹാജി മനസ്സിലാക്കുന്നു. രണ്ടാമതായി, അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് മുന്നേറണമെങ്കിൽ, ഇസ്ലാമിനോട് കൂറുള്ള ഒരു ലക്ഷണമൊത്ത മുസ്ലിമായി ജീവിച്ച് മരിക്കണമെങ്കിൽ എൻ്റെ താല്പര്യങ്ങളെ ബലിയെറുക്കണം. താല്പര്യങ്ങളുടെ ബലിയാണ് ബലി. നമ്മൾ ഇന്നലെയോ ഇന്നൊക്കെ ആയിട്ട് ബലി അറുത്തുകൊണ്ടിരിക്കുക. ബലി താല്പര്യങ്ങളുടെ ബലിയാണ്. ഒരു മൃഗത്തെ ബലിയെറുക്കാൻ ആർക്കാണ് ഇത്ര പ്രയാസം? സ്വന്തം വീട്ടിലെ സൽക്കാരം, കല്യാണം, ലക്ഷങ്ങൾ മുടക്കുന്ന ഒരാൾക്ക് ഭയമുണ്ടോ ഒരു മൃഗത്തെ വാങ്ങിയെറുക്കാൻ? മടിയുണ്ടോ ഒരു മൃഗത്തെ ഇറക്കാൻ? ഒരു ഷെയർ കൂടാൻ ഇല്ല. അതൊരു വലിയ കാര്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ? നിസ്സാരമായ കാര്യമാണ്. നേരെ ചൊവ്വെ അധ്വാനിക്കുന്ന ഒരാൾക്ക് സാധ്യമാകുന്ന ഒന്നാണ് ഒരു ഷെയർ കൂടൽ. അപ്പോൾ പിന്നെ എന്താണ് സുഹൃത്തുക്കളെ ബലി? അതിന്റെ രക്തവും മാംസവും അള്ളാഹുവിന് വേണ്ട. അതിന്റെ രക്തം അള്ളാഹ് ആഗ്രഹിക്കുന്നില്ല. സനാതന ധർമ്മം അങ്ങനെയാണ്. സനാതന ധർമ്മത്തിൽ ഈ രക്തവും ഈ മാംസവും ദൈവത്തിനല്ല. അതുകൊണ്ട് ഇസ്ലാം സനാതനമാണ്. സനാതനത്തെ അവകാശപ്പെടുന്ന പല ദർശനങ്ങളും രക്തം വെട്ടിയിട്ട് വിഗ്രഹത്തിൽ ഒഴിക്കുകയാണ് ചെയ്യുക. പഴയ കാലത്ത് മക്കയിൽ ഹജ്ജ് കോലം കെട്ട കാലത്ത്, തിരുനബിയുടെ ആഗമനത്തിന് മുമ്പ്, നിയോഗത്തിന് മുമ്പ്, വീഴ്ചത്തിന് മുമ്പ്, പ്രവാചകനായി രംഗത്ത് വരുന്നതിന് മുമ്പ്, തിരുനബി ഹജ്ജിനെ കോലപ്പെടുത്തും മുമ്പ്, നേരത്തെ അത് ഇബ്രാഹിമിയുടെ കാലത്ത് തുടങ്ങിയതാ. അത് കോലം കെട്ടിയിരുന്നു. കോലം കെട്ട ഹജ്ജ് നടന്നു കുറെ കാലം, ജാഹിലിയ കാലത്ത്. ഹബീബായ റസൂൽ അതിനെ കോലപ്പെടുത്തി. അപ്പൊ കോലം കെട്ട ഹജ്ജിന്റെ കാലത്ത് ബലി അറുക്കുന്ന മൃഗത്തിന്റെ ഏറ്റവും തിടം വെച്ച മാംസളമായ ഭാഗങ്ങൾ കഅബാലത്തിൽ കൊണ്ടുപോയി കെട്ടിത്തു. രക്തം വാരി കൊണ്ടുപോയി കഅബയുടെ ചുമരിൽ തേക്കും. ഇതൊക്കെയാണ് അന്നത്തെ ഹജ്ജ്. സനാതന ധർമ്മമല്ലാത്ത എല്ലാ ധർമ്മത്തിലും അങ്ങനെ പ്രതിഷ്ഠയിൽ രക്തം ഒഴുക്കുന്ന രീതി ഉണ്ടാവുക. ഇസ്ലാം സനാതനമാണ്. സനാതനത്വം അവകാശപ്പെടുന്ന പലതിനും സനാതനത്വം ഇല്ല എന്നുകൂടി മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഇതിന്റെ മാംസമോ രക്തമോ അവിടെ എവിടെയും കൊണ്ടുപോയി ആക്കുന്നില്ല. അത് അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. വലാക്കി യനാലു തഖ്വാമിക്കും, നിങ്ങളുടെ ഹൃദയത്തിലെ ഭക്തി, തമ്പുരാന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കാനുള്ള ത്വര, താല്പര്യം, അഭിവാഞ്ച, ആ മാർഗത്തിലെ നിങ്ങളുടെ ഉൾപ്രേരണ, അതിനനുസൃതമായ നിങ്ങളുടെ നിലപാടുകൾ, നിങ്ങളുടെ നിലനിൽപ്പ്, നിങ്ങളുടെ ഖിയാം, നിങ്ങളുടെ സ്റ്റാൻഡ്, അതാണ് തമ്പുരാൻ നോക്കുന്നത്. അതുകൊണ്ട് എൻ്റെ താല്പര്യങ്ങളെ ബലിയെറുക്കണം. ഇബ്രാഹിമിന്റെ താല്പര്യമാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. കുഞ്ഞില്ല, കുറെ കാലമായി കുഞ്ഞുങ്ങളില്ല. പ്രാർത്ഥിച്ചു. അങ്ങനെ 90 വയസ്സെത്തിയ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് വല്ലാത്തൊരു ആകർഷകത്വമായിരിക്കും. എത്രത്തോളം അതിനെ നെഞ്ചേറ്റിയിട്ടുണ്ടാവും, എത്രത്തോളം വൈകാരികമായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ ഈ കുഞ്ഞ് സ്വാധീനിച്ചിട്ടുണ്ടാവും. അതിൽ ഇബ്രാഹിമിന്റെ മുഖ്യ താല്പര്യമാണ് ഇസ്മായിൽ. അങ്ങനെയാണ് ബലിയെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ഇസ്മായിലുകൾ ആരാ? നമ്മുടെ കച്ചവടം, നമ്മുടെ കുടുംബം, നമ്മുടെ പാർട്ടി, നമ്മുടെ കൊടി, നമ്മുടെ ബിസിനസ് താല്പര്യങ്ങൾ, നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾ, നമ്മുടെ സുഖലോലുപത, ആഡംബരം, അർമാദങ്ങൾ, വിനോദങ്ങൾ, ഈ താല്പര്യങ്ങളെ പൊതിഞ്ഞു പിടിച്ച് വിഗ്രഹത്തെ പോലെ പൂജിച്ചു കൊണ്ട് നടക്കുന്നവരാ നിസ്കാരത്തഴമ്പുക ഞാനും നിങ്ങളുമൊക്കെ. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇത്തിരി അധികം മനസ്സിലാക്കിയെങ്കിലേ ഒത്തിരി മാറാൻ പറ്റും. അത് ഇസ്ലാം പഠിപ്പിച്ചൊരു പാഠാ. ആ താല്പര്യങ്ങളെ മുറിച്ച് കളയണം. വ്യക്തി താല്പര്യങ്ങളില്ല, കുടുംബ താല്പര്യങ്ങളില്ല, പാർട്ടി താല്പര്യങ്ങളില്ല, ബിസിനസ് താല്പര്യങ്ങളില്ല. നിസ്വാർത്ഥനായി നിഷ്കളങ്കനായി തമ്പുരാന്റെ നിയമവ്യവസ്ഥ പാലിച്ചുള്ള ജീവിതം മാത്രം. കുടുംബത്തിൽ, നാട്ടിൽ, സമൂഹത്തിൽ, ബിസിനസ്സിൽ, ജോലിയിൽ, വിനോദത്തിൽ, പാർട്ടി നിലപാടുകളിൽ താല്പര്യങ്ങളെ ബലിയെറുക്കാത്ത, സ്വന്തം താല്പര്യങ്ങളെ ബലിയെറുക്കാത്ത ഒരു ബലിയും യഥാർത്ഥ ബലിയല്ല. അവരുടെ ഒതുക്കത്തിന് നന്നായിട്ട് അറുത്ത് മുറിച്ച് മാംസം വിതരുന്ന പലരും ഇപ്പോഴും തന്നെ താല്പര്യങ്ങളെ പരിപാലിക്കുകയാണ്. ഹജ്ജിന്റെ ബലി കഴിഞ്ഞ് വന്നാലും ഇയാള് പഴയ പോലെ തന്നെ, ഒരു താല്പര്യവും മുറിച്ച് മാറ്റില്ല. അതേ പാർട്ടി, അതേ കൊടി, അതേ നിറം, അതേ ഭർത്താവ്, അതേ തെറി, അതേ വിദ്വേഷം, അതേ വെറുപ്പ്, അതേ പലിശ, കള്ളക്കടത്ത്, സ്മഗ്ലിംഗ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുക.
ഇവനാണത്ര ഹാജി. ഹജ്ജിന്റെ പാഠം പഠിച്ചില്ല. അതുകൊണ്ട് ഹാജി മനസ്സിലാക്കുന്നു ഈ ബലി എന്റെ താല്പര്യങ്ങളുടെ ബലിയാണ്. അതുകൊണ്ട് താല്പര്യങ്ങളെ ബലിയെറുക്കാത്ത കാലത്തോളം, ഈ താല്പര്യങ്ങളെ പരിച്ചറിയാത്ത കാലത്തോളം എനിക്ക് മുസ്ലിം ആകാൻ കഴിയില്ല. എന്ത് സുന്ദരമായ പാഠമാണ്! സ്വന്തം പാർട്ടി താല്പര്യങ്ങളും ഇസങ്ങളുടെ താല്പര്യങ്ങളും കൊണ്ട് നടന്നിട്ട് മുസ്ലിമാണെന്ന് വാദിക്കുന്ന ആളെ എണ്ണം കൂടി വരുന്ന കാലം. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കാഴ്ചകൾ. അപ്പുറത്ത് പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ്. അപ്പോഴതാ ഒരുത്തൻ ബാബരി മസ്ജിദ് പണിയാൻ പോകുന്നു. ഇത്തിരി രാഷ്ട്രീയമാണ്, കുറച്ച് രാഷ്ട്രീയമൊക്കെ പഠിക്കണം. ബാബരി മസ്ജിദ് പുതുക്കി പണിയുമ്പോൾ ഭയങ്കര ആവേശാവൂലേ ആളുകൾക്ക്? സ്ഥലമെടുക്കുന്നു, കല്ലുകൾ വരുന്നു, അവര് പൂജിച്ചു വിടുന്നു, ഇവൻ പൂജിക്കാതെ തലയേറ്റി കൊണ്ടുവരുന്നു. പാവങ്ങളായ കുറെ മുസൽമാന്മാർ കല്ലേറ്റാൻ പോകുന്നു. ഒടുവിൽ നമ്മൾ കാണുന്നു അതിന് തുടക്കം കുറിച്ച ആ വ്യക്തി BJP വേണ്ടി പണിയെടുക്കുന്നു. ഇപ്പോൾ അതിനുവേണ്ടി ശബ്ദിക്കുന്നു. ഇതൊന്നും തിരിച്ചറിയേണ്ട വിഡ്ഢികൾ. ഈ വിഡ്ഢികളെ ഉത്പാദിക്കുന്ന നിസ്കാരത്തഴമ്പ് ഇസ്ലാമിന് ഗുണം ചെയ്യില്ല. അത്തരം വിഡ്ഢികളെ ഉപാസിക്കുന്ന മുല്ലമാർ, പണ്ഡിതന്മാർ, മതസംഘടനകൾ ഇസ്ലാമിന് ഗുണവും ചെയ്യില്ല. അവർ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ശക്തികളുടെ പാവകളോ അല്ലെങ്കിൽ ശുദ്ധ ഇബ്ലീസിന്റെ കൺകണ്ട കോലങ്ങളോ ആണ്. പിശാചിനോട് പൊരുതി ജംറയിൽ എറിഞ്ഞവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി മനുഷ്യ പിശാചുക്കളെ എന്ന് പറയേണ്ടി വരും. ഇത്തിരി അതിര് കവിഞ്ഞ വർത്തമാനമാണ്. അതുകൊണ്ട് ഈ ബലിയും ഈ ജംറയിലെ ഏറും അവിധം ഹാജിയുടെ മനസ്സിൽ വല്ലാത്ത അളവിൽ സ്വാധീനം ഉണ്ടാകും. ഇപ്പോ ബലിയും കഴിഞ്ഞാൽ ഈ ഹാജി അന്ന് കുളിച്ച് മുടിയൊക്കെ മുണ്ടനം ചെയ്ത് കുളിച്ച് വൃത്തിയായി ഇഹ്റാമിന്റെ വേഷം മാറുക. ഒരു പുതിയ മനുഷ്യൻ മിനയുടെ മണ്ണിൽ പറക്കുക. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇതൊരു പുതിയ മനുഷ്യനാ. ഈ കുണ്ടൂർ ദേശത്ത് ഹജ്ജിന് പോയ പഴയ മുഹമ്മദാക്കല്ല ഇത്, ആ പഴയ ആയിഷാത്തല്ല. ഇതൊരു പുതിയ മുഹമ്മദക്കാണ്. എല്ലാ പാഠങ്ങളും പഠിച്ച് ഈ കർമ്മത്തിലെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് കൃത്യമായി ഇസ്ലാമിനെ അറിഞ്ഞ് ഞാനാരെന്ന് മനസ്സിലാക്കി തന്റെ നിയോഗവും ദൗത്യവും തിരിച്ചെടുത്ത് തീരുമാനമെടുത്ത് പ്രവർത്തന രംഗത്ത് മിനയിൽ കർമ്മഭൂമിയിൽ ഇറങ്ങിക്കളിക്കുന്ന ഒരു പുതിയ മനുഷ്യൻ. കയൂമി വലതുഹു ഉമ്മു, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നിഷ്കളങ്കൻ. ആൾക്ക് വയസ്സായിരിക്കുന്നു, താടിയൊക്കെ നരച്ചിരിക്കുന്നു, പക്ഷെ ആള് കുഞ്ഞിനെ പോലെയാണെന്നാ. ഇതാണ് ഹജ്ജ്. റസൂലുള്ളാഹി പഠിപ്പിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ മൻ ഹജ്ജ വലം യർഫുസ് വലം യഫ്സുഖ് റജാ കയൂമി വലതുഹു ഉമ്മു. ഒരാൾ ഹജ്ജ് ഭംഗിയായിട്ട് ചെയ്തു, അതിന്റെ പാഠങ്ങളൊക്കെ നേരിക്ക് ഉൾക്കൊണ്ടു. അവൻ യഫ്സുഖ് അധർമ്മം കാണിച്ചില്ല, അന്യായം പ്രവർത്തിച്ചില്ല, അശ്ലീലം ചെയ്തില്ല, ആരെയും തെറി വിളിച്ചില്ല, സ്ത്രീ സംസർഗം ഉണ്ടായില്ല. അങ്ങനെ ഈ കർമ്മം ഭംഗിയായി നിർവഹിച്ചാൽ റജാ കയൂമി വലതുഹു ഉമ്മ, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണ് മടക്കം. എന്തൊരു നിഷ്കളങ്കമായ ഭാവമാണ് തിരിച്ചു കിട്ടുക. ഇസ്ലാമിനെ അതിന് നിഷ്കളങ്കതയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന നിഷ്കളങ്കമായ ഭാവം തിരിച്ചു കിട്ടാത്ത ഒരു ഹാജിയും ഹജ്ജിനെ ശരിയായി മനസ്സിലാക്കിയിട്ടില്ല. നിഷ്കളങ്കമായിട്ട് അതിനെ ഉൾക്കൊണ്ട് നിഷ്കളങ്കനായിരുന്നുവെങ്കിൽ നാട്ടിൽ ഇയാൾ പിന്നെ പഴയ പോലെ ആവില്ല, നിലപാടിൽ ഇയാൾ പിന്നെ പഴയ പോലെ ആവില്ല എന്ന് കൃത്യമായിട്ട് ഈ ഹജ്ജങ്ങ് പഠിപ്പിക്കും. ഇപ്പൊ ദുൽഹജ്ജ് 10, ഇനി 11, 12, 13 3 ദിനങ്ങൾ മിനയിൽ അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങൾ. ആ 3 ദിനങ്ങളിലും ഓരോ ദിനവും 3 ജംറകളിൽ കല്ലെറിയണം. 7 വീതം 21 കല്ലുകൾ. 1-ാം ദിനം, 2-ാം ദിനം, 3-ാം ദിനം. ഏറാണ് ഏറ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്താണ് ഏറ്? ആരെയാണ് എറിയുക? എപ്പോഴാണ് ഏറ് എന്ന പ്രയോഗം നടക്കുക? മുഖ്യ ശത്രുവിനുള്ള പോരാട്ടത്തിന്റെ പ്രതീകമാണ് ഏറ്. പഴയകാലം മുതലേ ഏറാണ് പോരാട്ടത്തിന്റെ രീതി. കല്ലുകൾ, പിന്നെയാണ് ആയുധങ്ങൾ. ഗസൽ ഇപ്പോഴും കല്ലുകൊണ്ട് തന്നെയാണ് പോരാട്ടം. ആ പാവങ്ങൾക്ക് ആയുധം കൊടുക്കാൻ ആളില്ലല്ലോ. അപ്പൊ ഏറ് ഒരു പ്രതീക. നമ്മുടെ നാട്ടിലും സമരത്തിൽ കല്ലേറ് നടക്കാറുണ്ട്. പക്ഷെ ഏറൊരു സമരത്തിന്റെ മാർഗമാണെന്നും പോരാട്ടമാണ് ഏറെന്നും 3 ദിവസം എറിയാൻ പഠിപ്പിക്കുക. ഇന്നേ വരെ ഒരു മാമ്പഴത്തിന് പോലും കല്ലെടുത്ത് എറിഞ്ഞ് ശീലമില്ലാത്ത ഹാജി ചിലപ്പോ അവിടുന്ന് ഏറ് പഠിച്ച് ലക്ഷ്യത്തിൽ കൊള്ളിക്കാൻ പഠിച്ചിട്ടുണ്ട്. കാരണം 3 ദിവസം 21 കല്ല എറിയണേ. ഏറങ്ങ് പഠിക്കും. ഏറങ്ങ് പഠിച്ചിട്ടാ വരുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങളെ, 3 ദിവസം ഒരു സ്ഥലത്ത് താമസിപ്പിച്ച് സമയം അനുസരിച്ച് എറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർക്കെതിരെയാണ് ഏറ്? നേരത്തെ പറഞ്ഞ പൈശാചിയുടെ ഏറാണ്. പൈശാചികത. 1-ാമത്തെ ജംറത്തുൽ കുബ്ര,
വലിയ ജംറ എന്ന് പേരുണ്ട്. ജംറത്തുൽ ഊല, അതാണ് ജംറത്തുൽ അഖബ. പിന്നെ ജംറത്തുൽ വുസ്ത, മധ്യത്തിലെ ജംറ. പിന്നെ ജംറത്തുൽ സുഗ്റ, ചെറിയ ജംറ. ചെറിയ ജംറ, മധ്യത്തിലെ ജംറ, വലിയ ജംറ. എന്തിനാ 3 ഇടത്ത് കല്ലെറിയുന്നത്? ഒരിടത്ത് എറിഞ്ഞാൽ പോരെ? 21 കല്ലും ഒരിടത്ത് തന്നെ എറിഞ്ഞാൽ മതി. എന്തിനാ 3 സ്ഥലത്ത് 7 വീതം? അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങളുണ്ട്. നമ്മളെല്ലാ ആരാധനകളെയും വെറും ആചാരങ്ങളാക്കി മാറ്റി. അപ്പൊ അതിന് അന്തസ്സത്ത് നഷ്ടപ്പെട്ടു, ആത്മാവ് പോയി. ഇപ്പൊ ജഡമാണ് കൂടുതൽ. ഹജ്ജിന്റെ ജഡം പേറി വരികയാണ് ഹാജിമാർ. അതിന്റെ ആത്മാവിനെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഹജ്ജിന്റെ ആത്മാവിനെ പഠിപ്പിക്കുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് എഴുതിയിരിക്കുന്നു ജംറകളെ കുറിച്ച്. അത് പോരാട്ടമാണ്. ആദ്യത്തെ ഇടത്തെ ഏറ് നിന്നിലുള്ള പിശാചിനുള്ള പോരാട്ടമാണ്. നിന്നെ അള്ളാഹുവിന്റെ തടയുന്ന പിശാച്. രണ്ടാമത്തെ ജംറയിലെ ഏറ് നിന്റെ ചുറ്റുവട്ടത്തെ എല്ലാ തിന്മയോടുമുള്ള പോരാട്ടമാണ്. അശ്ലീലം, അനാശാസ്യം, ലഹരി, മദ്യം, വൃത്തികേടുകൾ, അക്രമം, അനാശാസ്യം, അധാർമികത നമ്മുടെ ചുറ്റുഭാഗത്തും, നമ്മുടെ വീട്ടിലും, നമ്മുടെ വിരൽ തുമ്പിലും. അങ്ങനെയാണ്. ഹാജിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല, ഹാജിയുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. രാത്രി കിടക്കുമ്പോൾ ഏറെ നേരം ലൈറ്റ് തെളിയുന്ന വീടുകളാണ്. 2:30-3 മണി വരെയൊക്കെ റൂമിൽ ലൈറ്റ് ഉണ്ടാവും. ഓരോരുത്തരും അവനവന്റെ റൂമിൽ ഇത്തിരി പോകുന്ന മൊബൈൽ അശ്ലീലം കണ്ടുകൊണ്ടിരിക്കുക. രാവിലെ തഹജ്ജുദിന് ലൈറ്റ് തെളിയാത്ത മുസ്ലിം വീടുകൾ, സുബൈക്ക് ആളനക്കമില്ലാത്ത മുസ്ലിം വീടുകൾ. അങ്ങനെ സ്വന്തം വീട്ടിൽ പൈശാചികത പിത്തലാട്ടം നടത്തിക്കൊണ്ടിരിക്കെ അതില്ലാതാക്കാൻ, സ്വന്തത്തിന് രക്ഷപ്പെടാൻ, സ്വന്തം കുടുംബത്തെ രക്ഷപ്പെടുത്താൻ കഴിയാതെ പോയ നിസ്കാരത്തഴമ്പുക. പരിസരത്ത് മൊത്തം അശ്ലീലമാണ്. നമ്മുടെ മക്കളും പേരമക്കളും ലഹരിയിലേക്ക് ഇങ്ങനെ ഓടിയടുക്കുക. ലഹരിയുടെ, മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, ചൂതാട്ടത്തിന്റെ, കൊട്ടേഷൻ ടീമിന്റെ ഭാഗമായി മാറി. വയലൻസ് ആണ്. അനങ്ങിയാൽ അടിച്ചു കൊന്നുകളയും. 10ാം ക്ലാസ്സുകാരനും പ്ലസ് 2കാരും ഒക്കെ അങ്ങനെ ആയിപ്പോയി. ഈ അശ്ലീലത്തിനെതിരെ, അധാർമികതക്കെതിരെ, വൃത്തികേടിനെതിരെ അക്രമത്തിൽ പൊരുതാൻ പറ്റുന്ന മക്കളുണ്ടായില്ല. അങ്ങനെ മക്കളെ വളർത്താൻ നമുക്ക് പറ്റിയില്ല. നിസ്കാരം മുടക്കാത്ത എനിക്കും നിങ്ങൾ. അതുകൊണ്ട് മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയയെ 1-ാം നമ്പർ വയലൻസ് കേന്ദ്രങ്ങൾ, ലഹരി കേന്ദ്രങ്ങളായിട്ട് മാറി. നാണം കെട്ട പല മാതാപിതാക്കളും ജീവിക്കുന്നത് ഇപ്പോൾ. എന്തുകൊണ്ട് സംഭവിച്ചു? 1-ാം തീയതി ലഹരിയെ കുറിച്ച് പഠിപ്പിച്ച ഖുർആനിന്റെ ആളുകൾ. അപ്പോ ഈ പോരാട്ടത്തെ മനസ്സിലായില്ല. 3-ാമത് ജംറയിലെ ഏറിനെ കുറിച്ച് പറയാം. അത് ലോകത്ത് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സകല ശക്തികളോടും, അതിശക്തികളോടും, ആധിപത്യ ശക്തികളോടും, രാഷ്ട്രങ്ങളോടും, രാഷ്ട്ര സംവിധാനം നടത്തുന്ന ആളുകളുടെ പോരാട്ടമാണെന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ സംഘപരിവാരത്തുള്ള പോരാട്ടം, പുറത്ത് സയനിസ്റ്റ് ലോബിയുള്ള പോരാട്ടം, ജൂത അമേരിക്കൻ സമയത്തുള്ള പോരാട്ടം, ഇതൊക്കെ പോരാട്ടമാണെന്ന്. ആകപ്പാടെ എറിയാൻ വേണ്ടി 3 ദിവസം നിർത്തിയിരിക്കാം, 3 ദിവസം പോയി എറിഞ്ഞുകൊണ്ടിരിക്കാം. ഇതൊന്നും മനസ്സിലായില്ല. ഇറാനിലെ പണ്ഡിതന്മാർ അമേരിക്കയെ ഷെയ്ത്താനുൽ കുബ്ര എന്നാ വിളിക്കുക, വലിയ ഷെയ്ത്താൻ. അമേരിക്ക വലിയ ഷെയ്ത്താനാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധി അധികം വേണ്ട, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. പക്ഷെ അമേരിക്കയും സയനിസവും ഏറ്റവും വലിയ ഷെയ്ത്താനാണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കാത്തവരാണ് ഇസ്ലാമിക ലോകത്തെ പ്രതികരിക്കുന്ന അറബ് തമ്പുരാക്കന്മാർ, അവരുടെ അച്ചാരം പറ്റുന്ന പണ്ഡിതന്മാർ, മതസംഘടനകൾ. ഇതാണ് ലോകത്തെ അവസ്ഥ. എങ്കിൽ പിന്നെ ഇവരെ എന്തിനാ 3 ദിവസം നിർത്തി എറിയിച്ചത് തമ്പുരാൻ? 3 ദിവസം എന്തിനാ ജംറയിൽ ഏറ്? അറഫയിലാകെ ഏതാനും മണിക്കൂറേ ഉള്ളൂ. ഉച്ച തിരിഞ്ഞ് വൈകുന്നേരം വരെ പവിത്രമായ അറഫയിൽ ഏതാനും മണിക്കൂറുകൾ. മുസ്ദലിഫയിൽ രാത്രി മാത്രം. മിനയിൽ 3 ദിവസം നിന്നെറിയ. ചില ഹാജിമാർ ചിന്തിക്കുക, ഞാൻ ദുൽഹജ്ജ് 13-ന് പോണില്ല, 13-ന് ഏറി തീരും, അയ്യാമത്ത് തശ്രീഖ്, ഞാൻ നാളെ പോണുള്ളൂ. എന്തേ? എല്ലാവരും പോയി കഴിഞ്ഞാൽ ജംറ ഒഴിവാകൂല, എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് എറിയാം എന്ന് വിചാരിച്ചാൽ പറ്റുമോ? പറ്റില്ല. ദുൽഹജ്ജ് 13-നല്ല പറഞ്ഞ് നിർത്തിയിട്ട് പോടോ. സന്ധ്യക്ക് മുമ്പ് പുറപ്പെടണം. അവസാനത്തെ ഏറിന്റെ അന്ന് അയ്യാമത്ത് തശ്രീഖിന്റെ ലാസ്റ്റ് ദിവസം ദുൽഹജ്ജ് 13-ന് ഹാജിമാർ മിന വിടണം. പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല. ഇപ്പൊ എന്തേ സംഗതി? അള്ള പറയാ, നീ നാട്ടിൽ പോയിട്ട് എറിയടോ, നീ മതി, ഇവിടെ നിർത്തിക്കള. ഇവിടെ എറിയാൻ വലിയ വീരശൂര പരാക്രമമായിട്ട് നിൽക്കുക. നാട്ടിൽ പോയിട്ട് എറിയ, പോരാടാൻ നിനക്ക് പറ്റണം നിന്റെ നാട്ടിൽ.
നിന്നോട്, നിന്റെ കുടുംബത്തിൽ, നിന്റെ അയൽപ്പക്കത്തിന്റെ, നാട്ടിൽ, നിന്റെ രാജ്യത്തിന്റെ, രാഷ്ട്രത്തിലെ നിന്റെ എതിരാളികളോട്, നിന്റെ രാഷ്ട്രത്തിലെ സ്വാസ്ഥ്യം കെടുക്കുന്ന പൊരുതാൻ നിനക്ക് പറ്റണം. അവിടെ പോയിട്ട് പോരാടുന്ന, ഇവിടെ വന്നിട്ട് പിന്നെ ആള് നന്നായി നിസ്കരിച്ച് ഉറങ്ങി, സമയാസമയം ഭക്തിന് പള്ളി നിസ്കരിച്ചു, ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഉറങ്ങി ഒരു ഹാജി ഇങ്ങനെ ജീവിക്കുക, ഒരജ്ജും അങ്ങനെ വലിയ കുപ്പായ തട്ടക്കെട്ട് ഇങ്ങനെ ജീവിക്കുക. വേറൊന്നും ചെയ്യാനില്ല, ഇവർക്കൊന്നും ചെയ്യാനില്ലത്ര ഈ നാട്ടിൽ. സഹോദരന്മാരെ, വേദന കൊണ്ട് പറഞ്ഞതാ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇത്രയും മഹത്തായ ചൈതന്യവത്തായ ഒരു കർമ്മം വർഷ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ഈ മുസൽമാന്മാർ ആഗ്രഹിച്ച് കൊതിച്ച് കാത്തിരുന്ന് കിട്ടിപ്പോയി ചെയ്തു വന്നിട്ട് എന്തേ നിങ്ങളുടെ കുടുംബത്തിലൊരു മാറ്റം ഉണ്ടായില്ല? നിങ്ങളിലോ അധികം മാറ്റം കണ്ടില്ല. നിങ്ങളുടെ അയൽപ്പക്കത്തും സമൂഹത്തിലും ഒന്നും ചെയ്തില്ല. നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ പുല്ലുവിലയില്ലാത്തവരായി, രാഷ്ട്രരഹിതരായി, പൗരത്വരഹിതരായി, നികൃഷ്ട ജന്തുക്കളായി ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് എന്തേ നിങ്ങൾ മാറിയത് എന്ന് നാളെ തമ്പുരാൻ ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റണം. അതുകൊണ്ട് പോരാട്ടത്തിന്റെ ഉഗ്രരൂപിയായിട്ട് മണ്ണിൽ ധർമ്മത്തിന് വേണ്ടി പോരാടുന്ന വലിയ വലിയ മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഒന്നാണ് സഹോദരന്മാരെ ഹജ്ജ്. അതൊരു കേവലം ചൈതന്യമില്ലാത്ത ഒരു ചടങ്ങല്ല, നല്ല ചടങ്ങായി മാറിയ കാലം. നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് ഉമ്മമാർക്ക് കുറെ മക്കളുണ്ടാവും. വൈകുന്നേരം വരെ കുട്ടികൾ ചളിയിൽ കളിച്ചുകൊണ്ടിരിക്കും മുറ്റത്തിറങ്ങിയിട്ട്. സന്ധ്യയാകുമ്പോൾ ഉമ്മ എല്ലാവരെയും വിളിച്ച് തെളിച്ച് കൊണ്ടുപോയിട്ട് കിണറ്റും കരയിൽ നിർത്തും. എന്നിട്ട് ഓരോന്നിനായിട്ട് വെള്ളം കോരി ഒഴിച്ച് കുളിപ്പിച്ചിട്ട് തല തുവർത്തി ഉമ്മറത്ത് വെച്ചിട്ട് പറയും, മോനെ നീ അകത്തേക്ക് പോ, പുറത്തേക്ക് ഇറങ്ങല്ലേ, മുറ്റത്തേക്ക് ഇറങ്ങി നേരെ മോന്തിയായി. ഈ ഹാജിമാരോട് നമുക്കതാ പറയാനുള്ളത്. അവിടെ തള്ള കുറെ കറക്കി, കുറെ നീളത്തിൽ നടത്തി, പിന്നെ കുറെ അപ്പുറത്ത് മിനയിൽ നിർത്തി, പിന്നെ ആറഫയിൽ കൊണ്ടുപോയി പകൽ നിർത്തി, മുസ്ദലിഫയിൽ രാത്രി താമസിപ്പിച്ചു, പിന്നെ മിനയിൽ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചു. ഇങ്ങനെ കുറേയിട്ട് കറക്കി നേരെയാക്കി ശുദ്ധീകരിച്ച് നിന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുക നാട്ടിലേക്ക്. നേരം മോന്തിയായി, ഇനി ചളിയിലേക്ക് ഇറങ്ങല്ല, ഇനിയും ഈ ചളിയിലേക്ക് ഇറങ്ങല്ല എന്ന് തിരിച്ചു വരുന്ന ഹാജിമാർക്ക് ബോധ്യം ഉണ്ടാവണം. അത്തരം ഒരു തിരിച്ചറിവിന്റെ ബലത്തിൽ ലക്ഷണമൊത്ത മനുഷ്യരായിട്ട് മണ്ണിൽ ജീവിക്കുന്ന വിശ്വാസികളായി എന്ന് ഹാജിമാരും മാറുന്നുവോ അന്ന് ഇസ്ലാം വിജയിക്കും. ഇസ്ലാം വിജയിക്കാനുള്ള ഉപാധികൾ അതൊക്കെയാണ്. അതല്ലാത്ത പക്ഷം ലക്ഷക്കണക്കിന് ഹാജിമാർ ഒരു മഹലിലുണ്ടായിരുന്നാലും ശരി, ഒന്നും സംഭവിക്കില്ല, ഒരത്ഭുതവും സംഭവിക്കില്ല. സകല വൃത്തികേടും അവരുടെ വീട്ടകത്തും അവരുടെ പരിസരത്തും ആ മഹലിലും ഇങ്ങനെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കും. എങ്കിൽ ആ നിറഞ്ഞാട്ടത്തിന്റെ ദുരന്തത്തിന് മുഖത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് അറിയണം, സനാതനത്വം തിന്മയുള്ള പോരാട്ടമാണ് ഹജ്ജ്. അതിന് മനുഷ്യനെ ഏറ്റവും മൂർധന്യമായി, ഏറ്റവും മൂർച്ചയോടെ സജ്ജമാക്കും. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹി. സൂറ ആൽ ഇംറാൻ 110. നിങ്ങളുടെ ഖൈറ ഉമ്മത്താണ്, മനുഷ്യർക്ക് വേണ്ടിയാണ്. തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന, നിങ്ങൾ നന്മക്ക് വേണ്ടി നിലകൊള്ളും, തിന്മയോട് പൊരുതും. തുഅ്മിനൂന ബില്ലാഹി, ഉറച്ച വിശ്വാസവും നിങ്ങൾക്കുണ്ടാകും. അത്തരം ലക്ഷണമൊത്ത വിശ്വാസികളെ സൃഷ്ടിക്കുന്ന ഉദാത്തമായ കർമ്മമാണ് ഹജ്ജ്. നമ്മുടെ ഹാജിമാർക്ക് അത് സാധ്യമാകുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു ഹുവൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസു ഉസീകും സാനിയ ബിതഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നാഥന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസവും ദൂരീകരിച്ച് അല്ലാഹു എളുപ്പം നൽകുമാറാവട്ടെ. ജനിച്ച മണ്ണിൽ കാലുറപ്പിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ.
നമ്മുടെ നാശം കൊതിക്കുന്നവരുടെ നാശം അല്ലാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العالمين.